കഞ്ചാവ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കുട്ടിപ്രായം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ ഗുരുതരമായ കുറ്റമാണ് കഞ്ചാവ് തൊട്ട് കഴിഞ്ഞാൽ, കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ് ധരിച്ചിട്ടുള്ള. ഒരു കാലഘട്ടത്തിൽ കഞ്ചാവ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നവർ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തവരെന്നുള്ള രൂപത്തിലായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പ്രമുഖനായ പാരമ്പര്യ വൈദ്യനെ കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ, ആ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് രക്ഷ നൽകുന്ന, നമ്മുടെ കേരളത്തെ രക്ഷിക്കുന്ന വലിയൊരു മരുന്നാണ്. അത് മരുന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ പല അസുഖങ്ങൾക്കും ഗുണകരമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി. അത് മറ്റാരുമല്ല, തമ്പി നാഗാർജുന എന്ന് പറയുന്ന പ്രശസ്തനായ പാരമ്പര്യ വൈദ്യനാണ്. നമസ്കാരം. നമസ്തേ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹവുമായിട്ടാണ്. ശ്രീ തമ്പി നാഗാർജുന. അതായത് കഞ്ചാവ് തട്ടിപ്പാണെന്നും ഭയങ്കര ഗുരുതര കുറ്റമാണെന്നും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൻ്റെ നിന്നുള്ള മാറി മുഖ്യമന്ത്രിയോട് തന്നെ താങ്കൾ നേരിട്ട് പറഞ്ഞത് കഞ്ചാവ് കൃഷി നടത്താനുള്ള അനുമതി തരണം, കഞ്ചാവ് മരുന്ന് ഇവിടെ ഉണ്ടാക്കാനുള്ള അനുമതി തരണമെന്ന് താങ്കൾ നവകേരള സദസ്സിൽ വെച്ച് പറയുകയുണ്ടായി. എന്താണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി? എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ ഭാഗ്യവാനും സന്തുഷ്ടനുമാണ്. കേരളത്തിൽ അതിൻ്റെ ഒരു പ്രതികരണം നല്ല രീതിയിൽ കൂടെ വന്നില്ലെങ്കിൽ പോലും അവർ ആഭ്യന്തര തലത്തിൽ അതിന് നല്ല ഗഹനമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചില സാങ്കേതികങ്ങൾ ഇവിടെ പൊളിറ്റിക്സിന് അതിൻ്റെ ഒരു ചോദ്യം, എല്ലാവരും അത് ഗുരുതരമായ നാർക്കോട്ടിക് കുറ്റമായിട്ട് കാണുന്ന സ്ഥലത്ത് സധൈര്യം താങ്കൾ മുന്നോട്ട് വന്ന് മുഖ്യമന്ത്രിയോട് തന്നെ പറയാണ് കഞ്ചാവ് കൊണ്ടുള്ള മരുന്ന് ഉൽപ്പാദിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം, കഞ്ചാവ് ഇവിടെ വളർത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് ഒരു മുഖ്യമന്ത്രിയോട്, അതായത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഇൻവെസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ വെച്ച് താങ്കൾ ആവശ്യപ്പെടുകയാണ്. അതിന് മാത്രം താങ്കൾക്ക് എവിടെ നിന്നാണ് ഇത്ര അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത്? അറിവ് ഒരു പരമ്പരാഗത വൈദ്യ കുടുംബത്തിൽ ജനിച്ചതാണ്. കഞ്ചാവ് എന്നുള്ളതിനെക്കുറിച്ച് പണ്ടുപോലെ നമുക്കറിയാവുന്നതാണ്. അതുകൂടാതെ ഇതിലൊരു ത്വര വന്നപ്പോൾ ഞാൻ പല ആധികാരിക ഗ്രന്ഥങ്ങളുമായിട്ടും 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കുജിമാരതന്ത്രം, നമ്മുടെ വേദപുരാണങ്ങൾ, സഹസ്രയോഗം, ഇങ്ങനെ പല ഗ്രന്ഥങ്ങളും റെഫർ ചെയ്യാനും അതിൽ നിന്നും ഇതിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാനും ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഒരു 200-300 വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ഹിസ്റ്ററി. ശരിക്കും ടാറ്റ പോലൊരു സാമ്രാജ്യം ഉണ്ടാക്കിയ സൊറാബ്ജി ടാറ്റ പോലും കഞ്ചാവും ഓപ്പിയവും ചൈനയിലേക്ക് കടത്തിയതിൽ നിന്നാണ് ഉണ്ടാക്കിയ മൂലധനമാണ് ഇന്ന് ഈ സാമ്രാജ്യം ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് ഇത് തടഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഞ്ചാവ് ഉപയോഗിക്കുന്നവർ ബഹുഭൂരിപക്ഷവും സ്വതന്ത്ര ചിന്താഗതിക്കാരും മറ്റുള്ളവർക്ക് കീഴ്പ്പെടാതെ അടിമത്തം അനുഭവിക്കാത്തവരുമായിരിക്കുകയും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ഇത് മൊണോപ്ലൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം വേറെ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അത് 1-2 പ്രോസസ്സ് ചെയ്യണം. ഇപ്പം ഓപ്പിയം ആണെങ്കിൽ പോലും അത് കിളിച്ച് വന്നതിന് ശേഷം അതിൻ്റെ ചാറ് എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ അത് കറുപ്പാവുള്ളൂ. നേരെ കുറച്ച് കഞ്ചാവ് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സമൂലം എടുത്ത് ഇങ്ങനെ കയ്യിലിട്ട് ഞെരടിയാൽ പോലും അതിൻ്റെ സത്തോ അല്ലെങ്കിൽ അതിനെ പകച്ചോ പെട്ടെന്ന് തന്നെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർക്കാരിന് അതിൽ കൈകടത്താനുള്ള സാധ്യതകൾ കുറവാണ്. നികുതി കിട്ടില്ല എന്നൊക്കെയുള്ള ബ്രിട്ടീഷുകാരൻ്റെ കണ്ടുപിടുത്തം കൊണ്ടാണ് സംഭവിച്ചത്. പക്ഷേ ഉത്തരേന്ത്യയിൽ പണ്ടും അതൊരു വ്യവസ്ഥാപിതമായിട്ട് ആഘോഷങ്ങളിലും മറ്റും ഉപയോഗിച്ചിരുന്ന കാരണം അതിനെ പെട്ടെന്ന് തടയാൻ പറ്റിയില്ല. അപ്പം വളരെയേറെ 76 മുതൽ ശ്രമിച്ചിട്ടും 85-ലാണ് 1985-ലാണ് രാജീവ് ഗാന്ധിയെ വളരെയേറെ പ്രഷറൈസ് ചെയ്തിട്ടാണ് NDPS ആക്ട് ഇവിടെ കൊണ്ടുവന്നത്. ആ NDPS ആക്ടിൽ ഇത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആയിട്ട് പ്രഖ്യാപിച്ചെങ്കിലും അതിൽ സെക്ഷൻ 2-ലും 12-ലും ഒക്കെ വെച്ചിട്ട് ഇലയും, അതായത് പൂവെന്ന് പറയുന്ന സാധനം ഇല്ലാത്ത സാധനങ്ങൾ, ഇലയും മറ്റും അതിൻ്റെ കുരുവും മറ്റും നാർക്കോട്ടിക് അല്ല എന്നൊരു ഡിക്ലറേഷനും, പിന്നെ സംസ്ഥാനങ്ങൾക്ക് ഹെൽത്തും ഫോറസ്റ്റും ചില കാര്യങ്ങളിൽ എക്സൈസും ഒക്കെ സംസ്ഥാന തലങ്ങൾ ഫെഡറൽ സംവിധാനം ഉള്ളത് കാരണം അതത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാവുന്ന ഒരു വാക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് മുതൽ 7ഓളം സംസ്ഥാനങ്ങൾ, ഉത്തരാഞ്ചൽ, ഹിമാലയ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, അങ്ങനെ കുറേ സംസ്ഥാനങ്ങൾ അതിൻ്റെ ഫലം ഉപയോഗിക്കുകയും എന്നാൽ താഴെയുള്ള സൗത്ത് ഇന്ത്യൻസ് അതിനെ പൊതുവെ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇന്ത്യയിൽ ഇത് നട്ടു വളർത്താൻ സൗകര്യമുള്ള നിയമപരമായിട്ട്
അവകാശമുള്ള സ്ഥലങ്ങളാണ് രാജസ്ഥാനും മധ്യപ്രദേശും തുടങ്ങിയ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്റ്റേറ്റുകൾ, ഋഷികേശാണ്. എന്നാൽ ഈ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇത് നിരോധിച്ചിരിക്കുന്നു. ഇത് നട്ടു വളർത്താൻ പാടില്ല, ഇത് നട്ടു വളർത്തിയാൽ കേസാണ് എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ഇവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്സിന് അതിനകത്ത് കാര്യമായ കാരണങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണിത് മയക്കുമരുന്നായി മാറുന്നത്? എന്തുകൊണ്ടാണിത് മരുന്നായി മാറുന്നത്? അത് പ്രോസസ്സിംഗ് ആണ്. ഇത് പെട്ടെന്ന് എടുത്ത് പോയിച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്നാവും, നമ്മുടെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെ മയക്കുമരുന്നായിട്ട് ഡിക്ലെയർ ചെയ്തത്. പക്ഷെ പണ്ട് മുതൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന മദനകാമേശ്വരി പോലുള്ള അത്യത്ഭുതങ്ങൾ നൽകുന്ന ഔഷധങ്ങളിൽ ഇത് അന്ന് ഉപയോഗിച്ചിരുന്നു. അന്ന് അവർ പൂവ് ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു. ഇതിപ്പോൾ നമുക്ക് ലീഗലായിട്ട് പൂവ് കിട്ടില്ല, ഇതിൻ്റെ ഇലകളുടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ പഴയതുപോലുള്ള ക്വാളിറ്റി നിർത്താൻ ഇന്നത്തെ ആധുനിക ശാസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പിന്നെ ക്യാൻസറിനുള്ള മരുന്നുകൾ, ഉത്തേജനത്തിനുള്ള മദനകാമേശ്വരി, പിന്നെ ഡിപ്രഷനുള്ള മരുന്നുകൾ, ഉറക്കം ഇല്ലാത്തതിനുള്ള മരുന്നുകൾ, അങ്ങനെ വിവിധ കാറ്റഗറി. അതായത് മനുഷ്യനെ കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ആങ്സൈറ്റി, ആദിയിൽ നിന്നും വ്യാധി, വ്യാധിയിൽ നിന്നും അന്ത്യം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ആദി വർദ്ധിക്കുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും അതിൽ കൂടെ നമ്മൾ അമ്ലത്തിൻ്റെ അവസ്ഥ ശരീരത്തിൽ കൂടും. അങ്ങനെയാണ് നമ്മൾ രോഗാതുരനാവുന്നത്, ക്യാൻസർ പോലും. അപ്പോൾ ക്യാൻസർ കെയർ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ CP മാത്യു കണ്ടെത്തിയേക്കുന്ന ഒരു പിന്നെ മരുന്നുണ്ട്. ഭൈരവതന്ത്രത്തിൽ ശ്രീലങ്കയിലുള്ള ഒരു ഭൈരവാചാര്യൻ എടുത്തിരുന്നു. അതിൻ്റെയൊക്കെ ഏടുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇന്നതിനെയൊക്കെ ആയുഷിൻ്റെ സഹായത്തോടുകൂടി ഔഷധങ്ങളാക്കിയത്. താങ്കൾ തന്നെ പറയുന്നുണ്ട് ഇതൊരു മയക്കുമരുന്ന് കൂടിയാണ്, ശരിയായ വിധത്തിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ മയക്കുമരുന്നാണ്. അപ്പം ഇത് ശരിയായ രൂപത്തിൽ ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ ഇത് മരുന്നാണ്. പല അസുഖങ്ങളും അത് അമൃതാണ്. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന മരുന്നാണ് എന്ന് താങ്കൾ പറയുന്നു. അതായത് സെക്ഷലി ഉള്ള കാര്യങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്നാണെന്ന് കൂടി താങ്കൾ പറഞ്ഞു വെക്കും. അതിൽ വേറെ കാര്യം, സെക്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ആധുനിക സംസ്കാരത്തിൽ മലയാളികൾക്ക് ഉണ്ടായ ഒരു ച്യുതിയാണ്. സെക്സിനെ കുറിച്ചുള്ള വൈകൃതമാണ്. നമ്മൾ ശരിക്കും ലിബറലായിട്ട് എന്ന് നമുക്ക് സെക്സ് വീട്ടിൽ സംസാരിക്കാൻ പറ്റുമോ അന്നേ നമ്മൾ ആധുനികരാവുന്നുള്ളൂ. അല്ലാണ്ട് 100% നമ്മൾ വിദ്യാഭ്യാസമ്പന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സെക്സ് എന്നൊരു കാര്യത്തിൽ നമ്മൾ ഇന്നും വളരെ പുറകിലാണ്. അരാജകത്വമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ മദ്യത്തിൻ്റെ കാര്യത്തിൽ നല്ല മദ്യം ഇവിടെ കിട്ടാനില്ലല്ലോ. ഏറ്റവും മോശമായ മദ്യം പല കളറിൽ കൊടുക്കുന്നുള്ളതല്ലാതെ നല്ല മുന്തിയതരം മദ്യം ഇവിടെ കിട്ടുന്നില്ല. ഇതുപോലെ ഇതിൽ നിന്നുള്ള ഔഷധങ്ങൾ, ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഇൻഡിക്ക എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട നമ്മുടെ ഈ വാഗത്താനം മുതൽ ഇടുക്കിയിലുള്ള അതാണ് ലോകോത്തരം. ശരിക്കും 3 തരത്തിലാണ് ഇതിനെ തരംതിരിച്ചേക്കുന്നത്. കഞ്ചാവിനെ ഇൻഡിക്ക, സത്യവ, രുദ്രാലി. ഇതിൽ രുദ്രാലി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡറാണ്. അതിൽ 2 തരം ഉണ്ടാവുന്നു. ഇൻഡിക്ക ആണ് ലോകത്തിന് ഏറ്റവും നല്ലത്. അതിൽ പെൺ പിന്നെ ഉണ്ടാവുന്നത്, അതായത് സ്ത്രീജന്യമായ സ്ത്രീകളുടെ വകുപ്പിൽപ്പെട്ട ഇതിലാണ് പുഷ്പം ഉണ്ടാകുന്നത്. അവൾക്കാണ് വീര്യവും. അതിൽ നിന്നുണ്ടാകുന്ന ഒരു മാസ്മരമായ ഗന്ധമുണ്ട്. ഇത് പുഷ്പിച്ചു കഴിയുമ്പം അതിങ്ങനെ അതിനെ പുലുകിയാൽ കിട്ടുന്നതാണ് മരിജുവാന എന്ന് പറയുന്ന ഇന്നത്തെ ഒരു ഔഷധം. ശരിക്കും നമുക്ക് ഇതിൻ്റെ ലീഫിൻ്റെ എക്സ്ട്രാക്ട് നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്തിട്ടുള്ള കഞ്ചാവിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ലീഫും സ്റ്റെമ്മുമാണ്. സ്റ്റെമ്മ് തന്നെ നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ വ്യവസായങ്ങൾ, അതായത് ഇപ്പം റോൾസ് റോയ്സ് കാറ്, BMW കാറിൻ്റെ ഒക്കെ ഇൻസൈഡ് സാധനങ്ങൾ ഇതിന്റെ സ്റ്റെമ്മ് എടുക്കുന്ന അതായത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഇത് കഞ്ചാവാണ്. കഞ്ചാവിന്റെ ഷർട്ടും കഞ്ചാവിന്റെ പാൻറ്റുമാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് കഞ്ചാവാണ് എന്നാണ് പറയാം. കാര്യം ഈ ചൂട് കാലഘട്ടത്തിലും ഞാൻ വളരെ കംഫർട്ടാണ്. ഈ ഡ്രസ് കൊണ്ട് യാതൊരു ഇതുമില്ല, യാതൊരു ചൂടറിയയില്ല, തണുപ്പ്. ഞാനിപ്പോൾ കൊടൈക്കനാലിലായിരുന്നു ഒരാഴ്ചയോളം. കൊടൈക്കനാലിൽ ഇട്ട് കഴിഞ്ഞാൽ ആ തണുപ്പ് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഒരു എയർ കണ്ടീഷണർ ഡ്രസ്സാണ്. അതുപോലെ ഇതിൽ നിന്ന് ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. ഈ കേരളത്തിലില്ലല്ലോ? ഇല്ല, കേരളത്തിൽ. താങ്കൾ സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇത് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടുന്നൊരു ഇൻഡസ്ട്രിയാണ്. അത് ഇപ്പൊ ഫാക്ടറീസ് ഉള്ളത് മുംബൈയിലുണ്ട്, പക്ഷെ അവരെല്ലാം എക്സ്പോർട്ട് ചെയ്യാണ്. നമ്മൾ കുറച്ച് ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആക്ച്വലി കേരളത്തിലാണ് യഥാർത്ഥ ഉൽപാദനവും ഏറ്റവും നല്ല പ്രോഡക്റ്റും ഉണ്ടാവുന്നത്. പക്ഷെ ഇത് ഇവിടെ മയക്കുമരുന്ന് എന്നുള്ള രൂപത്തിൽ അതിനെ തൊടാൻ പറ്റില്ല, അത് ഉപയോഗിക്കാൻ പറ്റില്ല.
ഞാനതിനെ വിമർശിക്കല്ല, പക്ഷെ എങ്കിലും നമ്മുടെ വരുന്ന സർക്കാരുകളെങ്കിലും കഞ്ചാവിനെ ഒരു കൺട്രോൾഡ് ഐറ്റമായിട്ട് ലിബറലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ചന്ദനവും കൊണ്ടുവരാൻ ലിബറലൈസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക്കൽ ഡിവാസ്റ്റേഷൻ, അതായത് നികുതി ഇല്ലാണ്ട് തന്നെ നമ്മുടെ രാജ്യം വളരെ സമ്പന്നമാക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതായത് താങ്കൾ ഈ കഞ്ചാവിനെ ഉപയോഗിച്ച് പഠനം നടത്തി ധാരാളം ഔഷധങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്തൊക്കെ ഔഷധങ്ങളാണ്, എന്തൊക്കെ അതിന്റെ ഗുണങ്ങളാണ് ഉള്ളത്? ഒന്ന് മെയിനായിട്ടുള്ളത് മദനകാമേശ്വരി ലേഹ്യം എന്ന് പറയുന്നതാണ്. ഒരുതരം ഇപ്പോഴത്തെ മനുഷ്യർ ബഹുഭൂരിപക്ഷം ഇന്നോസ് വർക്ക് ചെയ്യുന്നത് കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ലതാർജി, ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ടുള്ള തൈറോയ്ഡ് കംപ്ലൈൻസ്, പിന്നെ സന്താന ഉൽപാദന ക്ഷമതയില്ലായ്മ, സ്ത്രീകളിലും പുരുഷനിലും സെക്സിനോടുള്ള ഒരു ലതാർജി, ഇതിനൊക്കെ മാറ്റം ഉണ്ടാവുകയും രക്തചംക്രമണം നല്ലതണക്കാവുകയും ശരീരത്തിന് നല്ല ഉന്മാദവും ഉത്തേജനം ഉണ്ടാവുന്നതാണ്. അത് കഴിച്ചാൽ മാത്രം പോരാ, രാവിലെ നടക്കണം, അങ്ങനെ എന്തെങ്കിലും? അത് രാവിലെ നടക്കണം എന്ന് പറയുന്നത് ഇന്നോസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാറ്റിക് കറണ്ട് കണ്ടമാനം നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യും. അതുകൊണ്ട് ചെരുപ്പില്ലാണ്ട് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളം കുടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം കഴിക്കണം. ഒരു ആവറേജ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല ഉന്മേഷം ഉണ്ടാവും. അത് നമുക്ക് എർത്ത് ചെയ്ത് പോകുന്ന കാരണം കണ്ണിൻ്റെ കാഴ്ചയും സ്കിന്നിൻ്റെ ഇതുമൊക്കെ എനിക്ക് 72 വയസ്സുണ്ട് കേട്ടോ. അതിനനുസൃതമായിട്ടുള്ളൊരു നരച്ചിട്ടുണ്ട്. അത് ഞാൻ നരച്ചതിനെ കുറിച്ച് 50 വയസ്സായാലും നരയ്ക്കാം. അല്ല, എനിക്ക് 10-35 വയസ്സുള്ളപ്പോൾ നരച്ചാണ്. ഞാൻ ക്ലീൻ ഷേവ് ആയിരുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹെംബോയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നര ഒരു പരിധി വരെ മാറും. കാര്യം അതിൽ omega-3, 6, 9 ഉണ്ട്. അപ്പോൾ omega-3 ആണ് മെലാനിൻ്റെ പ്രൊഡക്ഷനൊക്കെ കൂടുതൽ നമ്മൾക്ക് തരുന്നത്. അപ്പോൾ ഹെമ്പ് കൊണ്ട്, അതായത് ഇതിൻ്റെ പ്രോഡക്ട്സ്, ഹെമ്പ് സീഡ്സ്, ഇതിൻ്റെ കുരു, അത് പാല് പോലാക്കി കുടിക്കാം. അത് നമുക്ക് കുട്ടികൾക്ക് മുതൽ കഴിക്കാൻ പറ്റിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക ശാസ്ത്രം ഇനിയും ഇതിനെക്കുറിച്ച് പഠനങ്ങൾ വേണ്ടിയിരിക്കുകയാണ്. ഇപ്പം നമുക്കൊരു ഗുണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളത് കാരണം പല രഹസ്യങ്ങളും പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രോണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സ്ഥാപനം, ആ ഫ്രോണ്ടിയേഴ്സ് 1960 മുതൽ നടത്തിയിരുന്ന പഠനങ്ങൾ ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിൽ ക്യാൻസർ എന്ന് പറയുന്ന മാറാരോഗത്തിന് 10% കൂടുതൽ അലോപ്പതിക്ക് ഒന്നും ചെയ്യാനില്ലെന്നും അതവർ കീറിമുറിച്ച് കളയുകയോ കീമോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഈ നമ്മുടെ പിന്നെ ഹെമ്പിൻ്റെ, അതായത് ഈ കഞ്ചാവിൻ്റെ ഔഷധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കുറവുണ്ടാവുകയും അതിനോടൊപ്പം പാലിയേറ്റീവ് കെയറിൽ പെയിൻ മാനേജ്മെൻറ്റിനും ഒക്കെ ഇത് നല്ലതാണെന്ന് അവരുടെ തന്നെ സ്റ്റഡീസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അലോപ്പതിക്കാർക്ക് പോലും നമ്മളെ വെൽക്കം ചെയ്യേണ്ട ഒരു ഗതിയിലാണ്. ഇതൊരു വെറും വൈദ്യമല്ല, ശാസ്ത്രമില്ലാത്ത തത്വങ്ങളില്ലാത്തതാണെന്നുള്ള പുച്ഛിച്ച തള്ളലിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. ആയുഷ് തത്തുല്യമായ രീതിയിൽ കൂടെ ഇപ്പോൾ ക്ലിനിക്കൽ സ്റ്റഡീസൊക്കെ നടത്തിയിട്ടാണ് പ്രോഡക്ട്സിൻ്റെ ലൈസൻസ് തരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇത് സാധാരണ ജനങ്ങൾക്ക് പോലും ഒരു സ്പൂൺ വെച്ച് ഡെയിലി കഴിക്കാൻ കൊള്ളാം. പക്ഷെ ഇപ്പോഴും ഷെഡ്യൂൾഡ് മെഡിസിൻ ആയതുകൊണ്ട്, അതായത് സായിപ്പ് ഉണ്ടാക്കിയ മാജിക്കൽ റെമഡീസ് ആക്ട് എന്ന് പറയുന്ന ആക്ടിലാണ് ഇന്നും കിടക്കുന്നത്. അപ്പോൾ ഇന്നും ആയുർവേദമൊക്കെ മാജിക് എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരേണ്ട സമയങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇന്നും വിദേശികൾ ഉണ്ടാക്കിയ നിയമങ്ങളാണ് വർഷങ്ങൾ മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ സ്കൂൾ തലത്തിൽ മുതൽ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങണം, ഒരു ഓർമ്മ ശക്തി ഉണ്ടാവാനോ. അതായത് ഇതിനെക്കുറിച്ച് ഗവൺമെന്റ് ശരിക്കും പഠനം നടത്തുകയും ഈ കഞ്ചാവിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് പഠിക്കുകയും ചെയ്യണം എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ഒരു റിസർച്ച് സെന്റർ തുടങ്ങുകയും അതുവഴി തന്നെ ഇവിടെ പെർമിഷൻ കൊടുത്ത് ഇതിന്റെ ഔഷധങ്ങൾ നിർമ്മിക്കാൻ, മയക്കുമരുന്ന് എന്നുള്ള രൂപത്തിൽ നിന്നുള്ള മാറ്റം വരുത്തി നിയമപരമായിട്ട് വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മരുന്നുകൾ ഉൽപ്പന്നം 10-34 മരുന്നുകൾ ഇതിന് ഉണ്ടാക്കാൻ പറ്റും. ഔഷധികൾ എത്ര മരുന്നുകൾ? ഞാനിപ്പോ എനിക്ക് പെർമിഷൻ ഒരു 34 അത് 34 ഉണ്ടാക്കും. ഇല്ലില്ല. എന്തിനൊക്കെ ഉണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അസുഖങ്ങൾക്ക് പലതും പ്രയോജനം? തീർച്ചയായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ്? മെയിനായിട്ട് ക്യാൻസറിന് ഉള്ള വരാതിരിക്കാനുള്ളതും ക്യാൻസർക്ക് പ്രതിരോധിക്കാനുള്ള ക്യാൻസർ ക്യൂർ, പിന്നെ ഉത്തേജനവും ഉന്മാദവും ഒക്കെ ഉണ്ടാവാനുള്ള പോഷണത്തിനുള്ള മദനകാമേശ്വരി, പിന്നെ റിവൈവ് എന്ന് പറഞ്ഞ ഒരു ഡ്രോപ്സ് ഉണ്ട്. അത് ഡിപ്രഷനൊക്കെ വന്ന് ആങ്സൈറ്റി ഡിസോർഡർ, തൈറോയ്ഡ് കംപ്ലൈൻസ് ഉള്ളവർക്ക് ആണ് അത് ഡ്രോപ്സ് ബൈലിംഗിലായിട്ട് ഒഴിച്ചു. പിന്നെ പെയിൻ മാനേജ്മെൻറ്റ് വളരെയേറെ ഈ പാലിയേറ്റീവ് കെയറിലൊക്കെ ആയ സ്ഥിതിക്ക് റേഡിയേഷനും കീമോ ഒക്കെ ചെയ്ത് അവരുടെ ശരീരം വളരെയേറെ മോശമായിരിക്കുന്ന അവസ്ഥയിൽ കഴിക്കാനുള്ള എലിവേറ്റ്, പിന്നെ നല്ല കണക്ക് ഉറക്കം കിട്ടാനുള്ള, ഉറക്കം വന്നാൽ തന്നെ ഒരുവിധ അസുഖങ്ങളൊക്കെ മാറും. അപ്പം അങ്ങനെ ഏകദേശം ഒരു നമുക്ക് എക്സ്പോർട്ട് പെർമിഷൻ ഉള്ള ഒരു 24 മെഡിസിൻസ് ഉണ്ട്.
അതിൽ ബഹുഭൂരിപക്ഷമൊക്കെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ കേരളത്തിനെക്കാട്ടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാൻ. അതായത് താങ്കൾ ഇവിടെ തുടങ്ങാതെ പിന്നെ ഋഷികേശിൽ കൃഷി നടത്തി, കഞ്ചാവ് കൃഷി നടത്തി, മധ്യപ്രദേശിൽ ഫാക്ടറി നടക്കുന്നു. താങ്കളുടെ ആവശ്യം എന്താണ് ഇപ്പൊ ശരി കേരളത്തിൽ ഇങ്ങനെ ഒരു ഫാക്ടറി? ഞാനൊരു മലയാളി ആയതുകൊണ്ട് മലയാളികൾ കണ്ടമാനം ഇന്ന് തന്നെ ക്യാൻസറിന്റെ സ്റ്റാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഭക്ഷണക്രമങ്ങളും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് ഒരു പ്രതിവിധിയായിട്ട് ഗവൺമെന്റ് തലത്തിൽ ആധുനിക മോഡേൺ സയൻസിനോടൊപ്പം തന്നെ ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഗവൺമെന്റ് അത് കാര്യമായ രീതിയിൽ കൂടെ മുമ്പോട്ട് വരണം. അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടക്കാൻ പറ്റും. കാര്യം ചൈനയിൽ ഇപ്പം ദേശീയ മെഡിസിൻസിന് ക്രിട്ടിസൈസ് ചെയ്യാൻ പോലും പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അതേപോലെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഔഷധി പോലുള്ള ഒരു സ്ഥാപനമൊക്കെ സർക്കാരിൻ്റെതായിട്ടുണ്ട്. അവരെ കൊണ്ട് തന്നെ ഇതിന് നമുക്ക് മരുന്നുണ്ടാക്കാനും ഈ സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ മാറും. വളരെ സന്തോഷത്തിലേക്ക് എത്താൻ പറ്റും. മാത്രമല്ല കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഭയങ്കര മാറ്റം വരും. അതായത് എക്സ്പോർട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. US സ്വിറ്റ്സർലാൻഡിലേക്കും ഫിൻലാൻഡിലേക്കും ഓസ്ട്രേലിയ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ ഇന്ത്യക്ക് വളരെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാണ് ഇവിടെ ഉള്ളത്, ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് തലത്തിൽ കൃഷി അനുവദിക്കുക, അതിന് ഫാക്ടറികൾ തുടങ്ങുക. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് പോളിസിയായിട്ട് തന്നെ വരണം. അല്ലാതെ ഒരു വ്യക്തി ചെന്നിട്ട് അവർക്കൊരാവശ്യം എന്നുള്ള രീതിയിൽ കൂടി ചെയ്യുന്നതിന് പകരം ഗവൺമെൻറ് ഇത് കാര്യമായിട്ട് തന്നെ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും. തമ്പി നാഗാർജുന വെറും ഒരു വൈദ്യൻ മാത്രമല്ല, ഒരു നിയമ പോരാട്ടം നടത്തുന്ന ഒരാൾ കൂടിയാണ്. കഞ്ചാവിനെ കുറിച്ചും ഇതിൻ്റെ മരുന്നുകളെ കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. അദ്ദേഹത്തിന് നേരിട്ട് കിട്ടാവുന്ന നമ്പർ അദ്ദേഹം തന്നെ പറയും. 7736133148. ഞങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ നിയമപരമാണെന്ന് കണ്ടാൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കണ്ടാൽ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് കഞ്ചാവ് ഉപയോഗിച്ചുള്ള മരുന്നുകൾ ഫലപ്രദമാണെന്നും അത് ഉപയോഗിച്ചുള്ള ആളുകൾക്ക് ഗുണകരമാണെന്നും മനസ്സിലാക്കി ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത്. പ്രേക്ഷകരും നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുക. അതോടൊപ്പം ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെട്ട് കേരളത്തെ രക്ഷിക്കാനുള്ള വലിയൊരു മാർഗമാണ് കഞ്ചാവ് കൃഷിയും അതുവഴിയുള്ള കഞ്ചാവ് വഴിയുള്ള മരുന്നുകളും. അതായത് ഫലപ്രദമായ ക്യാൻസർ അടക്കം മാറ്റുന്ന അത്ഭുതകരമായ മരുന്നുകൾ. അത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ തുടങ്ങണമെന്നാണ് ശ്രീ തമ്പി നാഗാർജുന പറഞ്ഞിട്ടുള്ളത്. നന്ദി, നമസ്കാരം.